പ്രാക്ടീസ് ഒരു റിഹേഴ്സലൊക്കെ നടത്തണം. അപ്പോൾ അവിടെ റിഹേഴ്സൽ നടക്കണതിൻ്റെ ഇടയിൽ ഞാൻ ഇത്തിരി വൈകിയാണ് എന്നെ അവർ കൊണ്ടുപോയത്. ഞാൻ അങ്ങനെ തന്നെ മാഡത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പം പരിചയമൊന്നുമില്ലല്ലോ, പുതിയതായിട്ട് പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ച് ഞാൻ ചെന്നപ്പോൾ എന്നെ കണ്ട പറഞ്ഞേ. അപ്പം ഞാൻ പറഞ്ഞു എന്നെ ഓർമ്മയുണ്ടോ? പിന്നെ നമ്മൾ അന്ന് അവിടെ വെച്ച് കണ്ടത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എത്രയോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അത്രയും ജനങ്ങളുടെ ഇടയിൽ വെച്ചിട്ട് പരിചയപ്പെട്ട മാഡത്തിന് എന്നെ ഓർമ്മയുണ്ടെന്ന് പറഞ്ഞപ്പം സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എത്രമാത്രം അത്ഭുതപ്പെട്ടു. ഞാൻ ഈ മാഡത്തിന് എനിക്കത് പറഞ്ഞറിയിക്കാൻ വയ്യ. അന്നും ഞാൻ ഇതുമാതിരി എനിക്കെന്തോ സ്വർഗ്ഗലോകം കിട്ടിയ മാതിരി അത്ര വലിയ സന്തോഷം ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി, അതിലേറെ എനിക്ക് അന്നത്തെ ആ പ്രോഗ്രാമിൽ സന്തോഷമായത് എല്ലാ ഗുരുക്കന്മാരും ഒരുമിച്ച് ആ സ്റ്റേജിൽ ഒരു നൃത്തം ചെയ്യുന്നുണ്ട്. അതെ എല്ലാവരും കൂടി, നമ്മളെല്ലാവരും കൂടി എനിക്കുണ്ടായ ഒരു ഭാഗ്യം, എൻ്റെ കലാജീവിതത്തിൽ എനിക്കുണ്ടായ ഏറ്റവും വലിയ ഭാഗ്യമാണ്. എല്ലാ ഗുരുക്കന്മാരുടെയും ഒപ്പം ഞാനും അവിടെ നൃത്തം ചെയ്തു എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നു. അതും കഴിഞ്ഞ് പിന്നീട് 2024 കഴിഞ്ഞ വർഷം പെരിങ്ങോട്ടുകര ദേവസ്വത്തിൻ്റെ വക ഒരു പ്രോഗ്രാമായിരുന്നു. അത് എവർലാസ്റ്റിംഗ് അച്ചീവ്മെൻറ്റ് അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അന്ന് അവിടെ വെച്ച് ഇതുമാതിരി തന്നെ അന്ന് മല്ലിക സാരാഭായി ഉണ്ടായിരുന്നു. പിന്നെ ചിത്ര വിശ്വേശ്വരൻ, പിന്നെ അവരെ കുറേ പേരുണ്ടായിരുന്നു. എല്ലാം വലിയ വലിയ ഗുരുക്കന്മാരാണ്. അപ്പം പിന്നെ കേരളത്തിൽ നമ്മുടെ കലാരൂപങ്ങളിൽ നിന്ന് ഓട്ടംതുള്ളലിന് കലാമണ്ഡലം പ്രഭാകരൻ അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നെ കേരള നടനത്തിന് നമ്മുടെ ലേഖാ തങ്കച്ചി, പിന്നെ വേണുജി, അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അന്നും അതെ മാഡത്തിനെയാണ് അവരെ കുറച്ച് ലേറ്റായിട്ട്. അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. അവിടെ മല്ലിക സാരാഭായി അന്നൊരു കാര്യം പറയണ്ടായി. അതെനിക്കും ഇതുമാതിരി തന്നെ ഒരു അത്ഭുതമായിട്ട് തോന്നി. എൻ്റെ അടുത്ത് വന്ന് നിങ്ങളുടെ അമ്മ എൻ്റെ അമ്മയെ പഠിപ്പിച്ചിട്ടുണ്ട്, അത് എൻ്റെ അമ്മ എപ്പോഴും പറയും എന്നൊക്കെ പറഞ്ഞു. ശരിയാണ്. മൃണാളിനി സാരാഭായി അവരെ അമ്മ ഇവിടെ അഹമ്മദാബാദിൽ ദർപ്പണത്തിൽ പോയിട്ട് 2 ഐറ്റം പഠിപ്പിച്ചിട്ടുണ്ട്. അത് അവർ പറയും എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന വലിയ കാര്യമായിട്ട് സംസാരിച്ചപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോഴാണ് ഇവർ മാഡത്തിനെയും കൊണ്ടുവരുന്നത്. അന്ന് ഇതേമാതിരി തന്നെ എല്ലാവരോടുള്ള ആ സൗഹൃദ സംസാരം കേട്ടപ്പോൾ ഇതുമാതിരി മനസ്സിന് സംസ്കാരമുള്ള ഒരു ലവലേശം അഹങ്കാരം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു കലാകാരി ഉണ്ടാവില്ല. ഇത്രയും ടോപ്പിലേക്ക് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കലാകാരിയാണ്. അങ്ങനെയുള്ള ഒരു കലാകാരി, എത്രയോ അവാർഡുകൾ വാങ്ങിയിട്ടുള്ള കലാകാരി, എത്രയോ അനവധി ആയിരക്കണക്കിനല്ല 10,000കണക്കിന് ശിഷ്യകളെ സമ്പാദിച്ചിട്ടുള്ള കലാകാരി. അങ്ങനെ എല്ലാ വിധത്തിലും അത്രയധികം ഉന്നതത്തിലെത്തിയിട്ടുള്ള ഒരു കലാകാരിയാണെന്നുള്ള എന്തെങ്കിലും ഒരു ഭാവം ആ മാഡത്തിന് ഇല്ല എന്നുള്ളത് ആലോചിക്കുമ്പം നമ്മുടെ ഇന്നത്തെ നർത്തകികളും നർത്തകന്മാരും എല്ലാം കണ്ടു പഠിക്കേണ്ട ഒരു വലിയ സ്വഭാവമാണ്. ഇന്ന് വരെ വന്നപ്പോൾ ഞാൻ വീട്ടിൽ നിന്നപ്പോൾ വേഗം വന്ന് എൻ്റെ കയ്യിൽ പിടിച്ചു. ഇപ്പം എന്തൊക്കെ കണ്ടിട്ടുണ്ടാവും, കണ്ടുപിടിച്ച വർത്തമാനങ്ങൾ പറയുന്ന കേട്ടാൽ തോന്നും ഞങ്ങൾ ചിരകാല സുഹൃത്തുക്കളാണ്. ആ വിധത്തിലാണ് മാഡത്തിന് ഒരു അഹങ്കാരം എങ്ങനെ ഇങ്ങനെ സാധിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കാം. ഇതാണ് പറഞ്ഞത്, നിറകുടം തുളുമ്പില്ല. നമ്മുടെ മലയാളത്തിലൊരു പഴഞ്ചൊല്ലി, അത് വളരെ അർത്ഥവത്തിൽ ആണ്. അതിന് ഏറ്റവും ഉദാഹരണമായിട്ടുള്ളത് എൻ്റെ പത്മ മാഡം തന്നെയാണ്. അറിയാതെ വയ്യ. എനിക്ക് വളരെയേറെ സന്തോഷം മാഡത്തിൻ്റെ ഇപ്പൊ സത്യത്തിൽ ഈ അവാർഡ്, ഇങ്ങനെ ഒരു അവാർഡ്, നാട്യവേദ അവാർഡ് മാഡത്തിന് നൽകിയതുകൊണ്ട് നാട്യവേദ അക്കാദമി മാത്രമല്ല ഈ നാട്യകല ആകമാനം ആദരിക്കപ്പെട്ടിരിക്കുകയാണ്. അത് മാഡത്തിൻ്റെ, അത് ഏറ്റവും അർഹത മാഡത്തിൻ്റെ തന്നെയാണ്. സന്തോഷമുണ്ട്.